ഹലോ ഗൈസ്, നല്ലൊരു പണി കിട്ടിയായിരുന്നു. നമ്മൾ ഇവിടെ ഇടുക്കിയിൽ പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അവിടെ അങ്ങോട്ട് മാറലൊക്കെ ആയിരുന്നു. വലിയൊരു ലോറിയൊക്കെ വിളിച്ച് 5 പട്ടികളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞൊന്ന് പീസ്ഫുള്ളായി. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ താഴേക്കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ 2 ബാച്ചായിട്ടായിരുന്നല്ലോ ഇവന്മാർ അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഡീവികളും ലാബും നമ്മുടെ മാൽനോയ്സും ഒരു ബാച്ചും ഡോഗോയും ജർമ്മനും ഒരു ബാച്ച്, അങ്ങനെ 2 ബാച്ചായിട്ടാണ് അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ബാച്ചായിട്ട് നമ്മുടെ മാൽനോയ്സും ലാബും ബീഗളുമായിട്ട് താഴത്തെ തോട്ടിലേക്ക് ചുമ്മാ പോയതാണ്. അപ്പോഴത്തേക്കും ഈ ഓട് വെച്ചിട്ടില്ലായിരുന്നു മുകളിൽ, ഈ ലിയോയുടെ കൂട്ടില്ല, ഡോഗോയുടെ കൂടില്ല. ഇവൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ, ഇവൻ മുകളിലൊരു പടുത വിരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മഴ കൊള്ളാണ്ടിരിക്കാനായിട്ട്. ഇവൻ ആ പടുതയും കീറി നേരെ ഉണ്ടോ ഇപ്പം ഇങ്ങനെയാണ് കൂടെ ഇരിക്കണോ ആശാൻ. എന്നാണാ ലിയോപ്പ ബാ. ഇവൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ, ഇവൻ ആ കൂടിൻ്റെ മുകളിൽ കൂടെ ഉള്ളപ്പൊക്കെ എടുത്ത് ചാടി തോട്ടിലേക്ക് വന്ന്, ഇവന് ഭയങ്കര ആനിമൽ അഗ്രഷൻ. ഇവനെ കൊല്ലണം എന്നുള്ളൊരു ചിന്തയുള്ളൂ ഡോഗോയ്ക്ക്. അപ്പോൾ ഡോഗോനെ വാങ്ങിക്കാൻ നോക്കുന്നവർ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇവന്മാരുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ കൊല്ലണം. ഹണ്ടിങ്ങിന് വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തൊരു ബ്രീഡാണ് ഡോഗോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഡോഗോനെ വാങ്ങിക്കണം വേണ്ടത്. കാരണം മനുഷ്യന്മാരായിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. ഇവൻ 6 മാസമുള്ളൊരു പപ്പിയാണ്. ഇവന് ഒരു ജീവിന് വേറെ ഈ 4 ഡോഗ്സായിട്ട് ഇവൻ ചെറുപ്പം മുതൽ വളർന്നു വന്നേക്കുന്നത്. അത് കാരണം ഇവരായിട്ട് കുഴപ്പമില്ല. ബാക്കി എന്ത് ജീവിനെ കണ്ടാലും കൊല്ലണം എന്നുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റാണ് പുള്ളിക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ അപ്രതീക്ഷിതമായിട്ട് ഇവൻ മുകളിൽ കൂടെ ചാടി താഴെ എന്തൊരു വെള്ള സാധനം മഞ്ഞ കണ്ട് ഞാൻ എൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ആശാൻ ഓടി ഇവിടെ എത്തി. എല്ലാവരും പേടിച്ച്. എൻ്റെ കൂടെ നിമിഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളൊക്കെ പേടിച്ച് കരഞ്ഞ് ആകെ വിഷയമായി കളഞ്ഞു. ഇവൻ വന്ന് റോക്കോനെ കണ്ട് ഞാൻ നേരെ ചാടി കയറി 10 എടുത്ത് അടിച്ചിട്ട് ഇവനാ കടിക്കണ കടിയിൽ എനിക്കൊരു കടി കിട്ടി. അങ്ങനെ ഞാൻ മാറിയപ്പോഴത്തേക്കും എനിക്കിട്ട് കിട്ടിയെന്ന് കണ്ടപ്പോഴത്തേക്കും റോക്കോ കയറി മുകളിൽ ഡോമിനേറ്റ് ചെയ്ത് നിന്നു. പക്ഷേ ഇവൻ്റെ അടുത്ത് അതൊന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കും തീർന്നു ഓർത്ത് ഞാൻ റോക്കോയുടെ അടുത്ത് വിടറാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റോക്കോ വിട്ട തക്കത്തിന് ആശ എന്നെ ചെയ്ത ഡോഗോ നേരെ കയറി അവൻ്റെ കയ്യിലേക്ക് കടിച്ചങ്ങ് കടിച്ചു പിടിച്ചപ്പോഴത്തേക്കും പിന്നെ ഞാൻ പിന്നെ ഒരു 10 വെട്ടിക്കൊണ്ട് എന്നിട്ട് അടിച്ച് മാറ്റിയെടുക്കുകയോ ചെയ്തത്. വേറൊന്നും ചെയ്യല്ലായിരുന്നു. എല്ലാവരും പേടിച്ച്. അപ്പോൾ പിന്നെ ഇവനാണെങ്കിൽ ആ പറ്റില്ലാണ്ട് കാലം വെച്ച് ഞാൻ ഈ ലിയോനെ എടുത്തുകൊണ്ട് 1 ഏക്കറുണ്ട്, ഞാൻ ഏറ്റവും താഴെ തോട് എടുത്ത് മുകളിലേക്ക് മല കയറിക്കൊണ്ടിരുന്ന നടുവൊക്കെ ഒടിഞ്ഞു. ഇവൻ എൻ്റെ പുറകെ ആ കാലം വെച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ എൻ്റെ പൊന്നെ, ഞങ്ങളാണെങ്കിൽ ആ പീസ്ഫുള്ളായിട്ട് താഴെ ഇരുന്നപ്പോഴത്തേക്ക് ഇങ്ങനൊരു പണി കിട്ടിയായിരുന്നു. പിന്നെ ഇവനെ കൊണ്ട് നേരെ ഇവിടെ ഇടുക്കിന്ന് നേരെ മോട്ടറിക്ക് പോയി അത്യാവശ്യം അനസ്തേഷ്യ കൊടുത്ത് 3 സ്റ്റിച്ചൊക്കെ ഇട്ട് വെള്ളം നനയ്ക്കാൻ പാടില്ല, ഇവിടെ കൊടുക്കുന്നത് മഴ, വെള്ളം നനയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആശാന നമ്മളൊരു മുറിയിൽ ഇട്ടേക്കുവാണ്. കാണിച്ചു തരാം. ഓക്കെ, മൂവ് ബാക്ക് സെറ്റ്. ഇതാണ് അവസ്ഥ. എന്നും പുള്ളി കടിച്ചു പറിക്കാൻ നോക്കും, ഞാൻ പിന്നെ കെട്ടിവെക്കും. ഇവന് ഇത്ര ഹൈപ്പർ ആയതുകൊണ്ട് കെട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കേസല്ല. അവൻ്റെ കൊച്ചൻ്റെ ഗുഡ് ബൈ ആണോ അച്ഛാ? ഗുഡ് ബൈ. സിറ്റ്. കാല് വയ്യാന്ന് അങ്ങനെ ഓർമ്മയൊന്നും ഇല്ല പുള്ളിക്ക്. അവിടെ ഇരിക്കട്ടോ, അവിടെ കിടന്നോ. ഞാൻ എൻ്റെ ഫാൻസിനെ കാണിക്കാൻ കൊണ്ടുവന്നാ. ഇറങ്ങി വരല്ലേ? മഴയായോണ്ടേ നടക്കാൻ ഇച്ചിരി പാടാം.
അപ്പോൾ ഡോഗ് എങ്ങനെയുണ്ട്, ഡോഗോനെ വാങ്ങിച്ചാൽ എങ്ങനെ ഉണ്ടാകും? വീട്ടിൽ പെട്ടെന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നവർക്ക് പണി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. ഈ ഇണക്കമുള്ള ഈ 3 പട്ടികളായിട്ട് ഇവൻ ഇച്ചിരി സീനാണ്. ഇവനെപ്പോഴാണ് തിരിയണേന്ന് പറയാൻ പറ്റില്ല. അപ്പം അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഡോഗ് അർജൻറ്റീനൊക്കെ പ്രിഫർ ചെയ്യുക. അല്ലാണ്ട് ചുമ്മാ കൂട്ടിലിട്ട് വളർത്താൻ പറ്റുള്ളൂ. അത് വേറെ കേസ്. അതിനെ നോക്കണം, അതിൻ്റേതായിട്ട് നന്നായിട്ട് സൂക്ഷിക്കണം. നിങ്ങൾക്ക് അത്യാവശ്യം ചുറ്റുവട്ടമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ വാങ്ങിച്ചിടുക, അല്ലാണ്ട് ഇതിനെ വാങ്ങിക്കാൻ പോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എല്ലാം ഒതുങ്ങി മര്യാദയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി റോക്കൊക്കെ ഒരു കൂടി സെറ്റ് ചെയ്യണം. അതാണ് കേട്ടോ, അങ്ങനെയൊക്കെ ഇരിക്കണം. നമ്മുടെ നല്ല മഴയായിപ്പോയി. സെൻറ്റ് തോമസ് ഡേ ഉണ്ടെന്ന് തോന്നുന്നു. മഴയൊക്കെ മാറി പറഞ്ഞ് നമ്മുടെ പറമ്പൊക്കെ ഒന്ന് കാണിച്ചു തരാറുണ്ട്. അപ്പം ബാക്കി നമുക്ക് നാളെ കാണാം. ഓക്കെ.